അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളുടെ ഫൈറ്റർ ഫിഷിൻ്റെ ഈ ബോട്ടിലെ വെള്ളം മാറിയിട്ട്. അപ്പോൾ ഇന്ന് കൈയോടെ അത് മാറിയേക്കാന്ന് ഓർത്തു. കാരണം ഇത് അപ്പടി വൃത്തികേടായിരുന്നു. സാധാരണ ഞാനിങ്ങനെ ചരിച്ച് വെച്ചിട്ട് വെള്ളം കളയാറേ ഉള്ളൂ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ചാടിപ്പോവാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇന്ന് അങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് അപ്പടി അങ്ങ് വൃത്തികേടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ മീനെ മാറ്റിയിട്ടിട്ട് പാത്രമൊക്കെ നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കൊണ്ട് വയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ മീനെ വേറൊരു മഗ്ഗിനകത്തോട്ട് എടുത്ത് മാറ്റി വെച്ച്. പിന്നെ ഇതൊരു ഫൈബറിൻ്റെ ആണ് കേട്ടോ ഈ ബൗള്. കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട്. ഗ്ലാസിൻ്റെ ബൗള് നമ്മൾ മേടിച്ച് മടുത്തു. നമ്മുടെ ഫിഷ് ടാങ്ക് ഉൾപ്പെടെ നമ്മുടെ പൂച്ചകൾ പൊട്ടിക്കും. ഒന്നും രണ്ടും അല്ല, 12 പൂച്ചയിൽ കൂടുതലുണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ ഞാൻ ഇത് ഒരു വിധത്തിൽ റിസ്ക് എടുത്താണ് ഈ സാധനത്തിനെ വളർത്തുന്നത് കേട്ടോ, പൂച്ചയുടെയൊക്കെ കണ്ണ് വെട്ടിച്ച്. അപ്പോൾ എന്തായാലും അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓർത്തു നമ്മുടെ കുളത്തിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് ഏതെങ്കിലും ഒരു പായലും കൂടെ പറിച്ച് അതിൻ്റെ അകത്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ മീൻകൂട്ടനെ അതിൻ്റെ അകത്തോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുതിയ വെള്ളത്തിലേക്ക് ചെന്നപ്പോഴത്തേക്കും. അതിലും സന്തോഷമായിരുന്നു എനിക്ക്. കാരണം ഇവനെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് 2 മാസത്തിൽ കൂടുതലായി. കാരണം നമ്മുടെ പൂച്ച ഉള്ളതുകൊണ്ട് അവന്മാർ എവിടെ വെച്ചാലും മണം പിടിച്ചിങ്ങനെ കണ്ടുപിടിക്കും. പിന്നെ അവന്മാരെ കണ്ണ് വെട്ടിച്ച് ഞാനിങ്ങനെ തട്ടിൻ്റെ പുറത്തും അടുക്കളയിലെ ഷെൽഫിൻ്റെ മണ്ടയ്ക്കുമൊക്കെയാണ് വെക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ പൂട്ടി അങ്ങ് ഇട്ടേക്കും. അപ്പം ഇവന്മാർ പിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ലല്ലോ. എന്തായാലും ആ പുതിയ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ആളൊരു ഉഷാറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് അകത്ത് കൊണ്ട് വയ്ക്കാം. അവനും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ് കേട്ടോ. ഇനി ഇവൻ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഷോ കാണിക്കട്ടെ. എന്തായാലും കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നതല്ലേ, അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ.